ചെയ്യുന്നു. ഏതായാലും ഈ അയത്തുള്ള അലി ഖംനേയി കൊല്ലപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത നേതാവിന് നേരെയും ആക്രമണങ്ങൾ വരുന്നു എന്നത് ഒരു ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ തന്നെ ഒരു സുപ്രധാനമായ കാര്യമാണ്. മറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വിവരങ്ങൾ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ പറയുന്നതനുസരിച്ച് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നെതന്യാഹു ആ പ്രദേശത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഗുരുതരമായ ഒരു അറ്റാക്ക് എന്ന തലത്തിൽ തന്നെ അത് ഇറാന് അവകാശപ്പെടാനാകും. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിരോധ സംവിധാനമുണ്ട് എന്ന് പറയുന്ന ഇസ്രായേലിന് അത് ഒരു നാണക്കേടിൻ്റെ ഒരു കാര്യം കൂടിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും IRGC അംഗങ്ങൾ ഇപ്പോൾ ഒരു കാര്യം മറ്റൊന്ന് വ്യക്തമാക്കുന്നത് 3 IRGC അംഗങ്ങൾ മരിച്ചിരിക്കുന്നു, 5 സൈനികരും ഇറാൻ സൈനികരും 2 വ്യത്യസ്ത ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതിൻ്റെ ഒരു സ്ഥിരീകരണം കൂടി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നൽകുന്നുണ്ട്. അത് ഈ വെസ്റ്റേൺ ലോറിസ്ഥാൻ പ്രോവിൻസിലാണ് IRGCയുടെ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്, അതവർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒറംബാദ് എന്ന സ്ഥലത്ത് അവിടെ 5 ഇറാനിയൻ സൈനികരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. എന്തായാലും ലോകം ആകാംക്ഷയോടുകൂടി കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട വാർത്തകൾക്ക് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നുവെന്ന് IRGC അവകാശപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ നെതന്യാഹുവിന് പരിക്കു പറ്റിയിട്ടുണ്ടോ, നെതന്യാഹുവിന് ജീവൻ അപകടത്തിലായിട്ടുണ്ടോ, നെതന്യാഹു ഈ സമയം ഓഫീസിലുണ്ടായിരുന്നോ, ഇത്തരം കാര്യങ്ങളൊന്നും ഇതുവരെയും വ്യക്തമല്ല. ഓഫീസിന് നേരെ എന്തായാലും മിസൈൽ വർഷം ഉണ്ടായിരിക്കുന്നു. ഖൈബർ ഷെക്കൻ ബാലിസ്റ്റിക്കൽ മിസൈലാണ് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് യുദ്ധസമയത്ത് ഇരു രാജ്യങ്ങളും അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിനെല്ലാം സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. നേരത്തെയും ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുമ്പോഴും ആദ്യം സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല, പിന്നീടാണ്